മൗത്തം ഉണ്ടാവട്ടെ. തമ്പുരാൻ്റെ കരുണയിലും കൃപയിലും നമുക്ക് ഈ പ്രഭാതമായിരിക്കുവാൻ തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ ജീവിതത്തിലെ ചില നല്ല അനുഭവങ്ങൾ ഈ നോമ്പുകാലത്ത് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യത, അമ്മയിലൂടെ വെളിപ്പെട്ട സാധ്യത നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കും എന്നാണ് നാം പ്രധാനമായിട്ട് ഈ നാളുകളിൽ ചിന്തിക്കേണ്ടതും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ധ്യാനത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അന്ന് വായിച്ച വേദഭാഗം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 38. അവിടെ നമ്മൾ പറഞ്ഞ ഭാഗമാണ് ഓ ഫേവേർഡ് വൺ, ഹൈലി ഫേവേർഡ് വൺ, highly favored one. Greetings, O highly favored one, the Lord is with you. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഞാൻ ഫേവേർഡ് വൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം കൃപ നിറഞ്ഞവൾ എന്നർത്ഥത്തിലാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവം നിന്നോട് കൂടെ. നമ്മളെല്ലാ കൗമയുടെ അവസാനവും ഇത് നമ്മൾ ചൊല്ലുന്നതാണ്. അവിടെ പറഞ്ഞ അവസാനത്തെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞാണ് ദ ലോർഡ് ഈസ് വിത്ത് യു, ദൈവം നിന്നോടുകൂടെ. ഡിവൈൻ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് വിത്ത് യു. ഇതല്പം കൂടെ നമ്മളൊന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ദൈവത്തിൻ്റെ അഗാധവും സവിശേഷവുമായ രീതിയിലുള്ള ദൈവസാന്നിധ്യം മറിയാമേ നിന്നോടുകൂടെ ഇരിക്കുന്നു എന്നാണ്. അബ്രഹാം പിതാവിനെ ഊറിൻ്റെ ദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ അബ്രഹാമിന് യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്തേക്കാണ് വിളിച്ചു ചേർക്കുന്നത്. അബ്രഹാം പിതാവ് ചോദിക്കുന്നുണ്ട്, എന്താണ് വഴി, മാർഗം ഏതാണ്, ഇതുവഴിയാണ് സഞ്ചരിക്കേണ്ടത്, എങ്ങോട്ടാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദാനം നമ്മൾ ഉൽപ്പത്തി വായിക്കുന്നുണ്ട്. മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും എന്നാണ് പറയുന്നത്. മൈ പ്രസൻസ് വിൽ മൂവ് വിത്ത് യു, നിന്നോടുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിന്നീടുള്ള 40 ദിവസം ഇസ്രായേൽ മക്കളുടെയൊക്കെ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവസാന്നിധ്യം കൂടെയിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ ഒരു പാറ അവരെ അനുഗമിച്ചിരുന്നു എന്നാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്നത്. ആ പാറയിന്മേൽ മോശ അടിച്ചപ്പോഴാണ് അവർക്ക് വെള്ളം ലഭിക്കുന്നതും. ഐശയ്യാ പ്രവചൻ അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടായി. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. മുഖം വാടി ഒരു ഫെയർവെൽ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മുഖം വാടുന്നത് കണ്ടിട്ട് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയാൽ പിതാവിനോട് ചോദിക്കും, പിതാവ് നമുക്കായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു കാര്യസ്ഥനെ അയക്കും. അവസാനം പോകുന്നതിന് മുമ്പ് ഒരു അത്താഴ വിരുന്നിൽ അപ്പം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, വീഞ്ഞ് എടുത്ത് വാഴ്ത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൈ പ്രസൻസ് ഈസ് ദെയർ ഇൻ ദിസ് ബ്രെഡ് ആൻഡ് വൈൻ. സത്യത്തിൽ കർത്താവ് തൻ്റെ ഉണ്മ അതിന്മേൽ ട്രാൻസ്ഫർ ചെയ്തു, അതിന്മേൽ ആവാഹിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇഫ് യു ഈറ്റ് മൈ ബോഡി, ഇഫ് യു ഡ്രിങ്ക് മൈ ബ്ലഡ്, ഐ വിൽ എബൈഡ് ഇൻ യു ആൻഡ് യു വിൽ എബൈഡ് ഇൻ മീ. അപ്പോൾ നമ്മൾ ക്രിസ്തു വാഹികളാണ്. ക്രിസ്തുവിനെ വഹിക്കുന്നവർ എന്നുള്ള കൊളോക്കൽ ഭാഷ എടുക്കേണ്ട, വഹിക്കുന്നവരായിട്ട് മാറരുത്. ക്രിസ്തു വാഹകർ ആയി
നമ്മൾ മാറണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ പറയാമനെ പറ്റി പറഞ്ഞ ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവൾ, ദൈവത്തെ തൻ്റെ ശരീരത്തിന്മേൽ ഉൾക്കൊണ്ടവൾ. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അവിടെയാണ് കൃപയുടെ നിറവിലാണ് ഇത് സാധിക്കുന്നത്. ലോർഡ് ഈസ് വിത്ത് യു. മാലാഖ ദൈവമാതാവിനോട് പറഞ്ഞൊരു അഗാധമായ ഒരു സവിശേഷമായ രീതിയിൽ ദൈവസാന്നിധ്യം. പഴയ നിയമത്തിലെ ഈ ചില സിംബോളിക്കായിട്ടല്ല, മേഘസ്തംഭമായിട്ട് അല്ല, പില്ലർ ഓഫ് ലൈറ്റ്, ക്ലൗഡ്, ഇതൊക്കെ സിംബോളിക്കായിട്ടാണ്. എന്നാൽ ഇത് ഇറങ്ങിയ ആ സാന്നിധ്യം പൂർണ്ണമായിട്ട് വസിക്കുകയാണ്. ദൈവം തന്നെ ഇറങ്ങി വസിക്കുകയാണ്. അത് ഒരു അഗാധമായ സവിശേഷതയുണ്ട്. അതാണ് പറയാം, പ്രൊഫൗണ്ട് ആൻഡ് സ്പെഷ്യൽ വേ ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ടു സെൻറ്റ് മേരി. അതുപോലെ ആർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ അത് നമുക്ക് ലഭിക്കാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് സാധ്യത തന്നിട്ടുണ്ട്. അത് നമ്മൾ എത്രമാത്രം ഉപയുക്തമാകുന്നു അല്ല ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാം. ദൈവാത്മാവ് നമ്മളെ കൂടുതൽ അതിനെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പൗരസ്യ പിതാക്കന്മാർ പ്രത്യേകമായിട്ട് ഈ ദൈവസാന്നിധ്യം അറിയാൻ നമ്മളോട് പറയുന്ന ഒരു 7 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. നമ്മുടെ സമയത്തിനുള്ളിൽ നിന്ന് പറയാം. അത് പൗരസ്യ പിതാക്കന്മാരുടെ പഠിപ്പിക്കലും റിഫർമേഷന് ശേഷമുള്ള പഠിപ്പിക്കലും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. അതിൽ പിതാക്കന്മാർ പ്രത്യേകം പറയുന്നത് ദൈവസാന്നിധ്യം അറിയണമെങ്കിൽ, ഇന്നിപ്പം നമ്മൾ ദൈവസാന്നിധ്യം അറിയുന്നതിന് എന്താ ചെയ്യുന്നത്? ഇന്നിപ്പോൾ സ്വാഭാവികമായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവസാന്നിധ്യം അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങൾ വേണം, അല്ലെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ മാറണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് പ്രസാദിക്കുന്നു എന്നാണ്. എന്നാൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ദൈവസാന്നിധ്യം അറിയുവാൻ ആത്മീയ ശിക്ഷണം, സ്പിരിച്വൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് അതാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിലൂടെ ആ സ്പിരിച്വൽ ഡിസിപ്ലിൻ നമ്മൾ വളരെ ശക്തമായിട്ട് ബോധ്യപ്പെടുന്നത്. ക്രമമായിട്ട് സിനഗോഗിലുള്ള ആരാധന സംബന്ധിക്കുക, ദൈവവചന ധ്യാനം ഉണ്ട്. ഏർലി മോർണിംഗിൽ അദ്ദേഹം എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏകാന്തതയിൽ അദ്ദേഹം വസിക്കുന്നുണ്ട്. കർത്താവ് വളരെ വ്യക്തമായിട്ട് ശാബത്തിൽ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ വെറുതെ ആരാധിക്കുകയല്ല, ശാബത്തിൽ ആരാധിക്കുമ്പോഴാണ് വിടുതലുണ്ടാകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശാബത്തിൽ സൗഖ്യം നൽകുന്നുണ്ട്. താൻ ഏറ്റവും നികൃഷ്ടരെന്ന് തള്ളപ്പെട്ടവരോടുകൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. താൻ തകർന്നുപോയ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. പാപത്തെപ്പറ്റി ബോധ്യപ്പെട്ട സ്ത്രീ വന്ന് കണ്ണുനീരുകൊണ്ട് കാല് കഴുകി അവരുടെ മുടി കൊണ്ട് കർത്താവിൻ്റെ കാല് തുടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് വളരെ രണ്ടാമത് കർത്താവ് പറയുന്ന ആ പിതാക്കളിന് പറയുകയാണ്, ഒരു അസറ്റിക് പ്രാക്ടീസ്, ഒരു സന്യാസത്തിന് അടുത്ത ഒരു പരിശീലനം നമുക്ക് വേണം. നോമ്പ് കാലമാണിപ്പോൾ. ഈ നോമ്പ് കാലത്ത് നമുക്ക് എന്തൊക്കെ വർജിക്കാനായി സാധിക്കും, എന്തൊക്കെ ചെയ്യാനായി സാധിക്കും, ഏത് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇടപെടണം, ഏത് കാര്യങ്ങളിൽ മാറി നിൽക്കണം. അതുപോലെ തന്നെ നമുക്ക് ദൈവമായിട്ടുള്ള ഒരു രഹസ്യാത്മകമായ ബന്ധവും അനുഭവവും ഉണ്ടാകും. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഇടപെടുന്നു. ഓരോ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴേ സാധിക്കുള്ളൂ. ഡോണ്ട് സെർച്ച് ഫോർ മിറക്കിൾസ്. വലിയ മിറക്കിൾസിന് വേണ്ടി, വലിയ സംഭവങ്ങൾക്ക് വേണ്ടി, വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. പിതാക്കന്മാർ പറയുന്നത് അവർ ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ മിറക്കിൾ. നമ്മൾ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത് തന്നെ, അതാണ് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുക എന്ന് കർത്താവ് പറയുന്നതാണ്. നീ കിടക്കാനുള്ളവനല്ല, എഴുന്നേറ്റ് നിൻ്റെ നരിയാണികളിൽ കാലൂന്നി നടക്കുക. അതുകൊണ്ടൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ എത്ര ശ്രദ്ധയോടെ എഴുന്നേൽക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് വലിയ ആയാസം കൊടുക്കാതെ ശാന്തമായി എഴുന്നേൽക്കണം. കിടക്കയിൽ കിടന്ന് ധ്യാനിച്ച്, അല്പനിമിഷം ധ്യാനിച്ച് വളരെ ശാന്തമായി, ദൈവമേ വീണ്ടും ഞാൻ മരണത്തിൽ ഉണർന്നിരിക്കുന്നു. അതാണ്
ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. അപ്പം അപ്രകാരമാണ്. അപ്പോൾ 7 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രയർ, പ്രാർത്ഥന. അതിന് ഒരു രഹസ്യാത്മകതയുണ്ട് എന്നാണ്. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. അതാ പിതാക്കന്മാർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മോഡ് ഓഫ് പ്രയേഴ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ സാമാന്യമായ ചിന്ത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വാചാപ്രാർത്ഥന നടത്താറുണ്ടെങ്കിലും ഈ വാചാപ്രാർത്ഥനയിൽ തന്നെ നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതാ? നല്ല കളർഫുള്ളായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ച് പിന്നെ പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ നല്ല പ്രാർത്ഥനകളെന്നൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് വ്യർത്ഥമായ പിന്നെ അധര ചർവണം കൊണ്ട് അധരത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് കർത്താവ് പ്രത്യേകം ഓർപ്പിക്കണം. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്. അത് പിതാക്കന്മാർ പ്രത്യേകിച്ച് പറയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു വാക്യങ്ങളുള്ള എടുക്കാവുന്നവരെടുത്തോണം. സെൻറ്റ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമയായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അത് വായിക്കുന്ന ഇപ്രകാരമാണ്. 18-ാം അധ്യായം 13. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ഏതാ? ആഴ്ചയിൽ 2 അപ്പം പറഞ്ഞതെന്താണ്? പ്രാർത്ഥിക്കാൻ വരുന്ന ആളാണ് ദേവാലയത്തിൽ. പക്ഷെ അവൻ പറയുകയാണ്, ദൂരത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊരു തോന്നലുകൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത്. ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതാണ്. കാരണം എൻ്റെ കണ്ണുകൾക്ക് യോഗ്യതയില്ല കർത്താവ്. അപ്പോൾ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. നിന്നുകൊണ്ട് നോക്കുവാൻ സ്വർഗത്തോടും നിന്നോടും, സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതാണ്. കാരണം ഐ ആം നോട്ട് വർത്തി ടു ലുക്ക്. ദൈവം നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് യോഗ്യതയില്ല. മാറത്തടിച്ചു. ദൈവമേ, പാപിയ എന്നോട് കരുണയുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഇതാണ്. ജീസസ് പ്രയർ എന്ന് പറയും. ലോർഡ് ജീസസ്, സൺ ഓഫ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ഈ നോമ്പ് കാലങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല, എപ്പോഴും പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ ലേഖനം 5:17 വായിക്കുന്നത്. പ്രയർ കണ്ടിന്യൂലി. അതാണ് ഈ നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ എവിടെയും കുത്തിയിരുന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. മനസ്സ് ഇങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എവിടെ ആയാലും ദൈവസാന്നിധ്യം പോകാം. പള്ളി വരുമ്പോൾ കിട്ടുന്ന ദൈവസാന്നിധ്യം വേറൊന്നാണ്, മാർക്കറ്റിൽ നിൽക്കുമ്പോൾ വേറെ സാന്നിധ്യം, അടുക്കളയിൽ നിൽക്കുമ്പോൾ വേറൊന്നാണ്. അതേസമയം നമ്മുടെ മനസ്സ് ഒരുക്കമുണ്ടെങ്കിൽ, കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ദൈവോത്തരനായ കർത്താവേ, പാപിയ അടിയനോട് കരുണ ചെയ്യണമേ. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പിതാക്കന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നത്. അതാണ് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35 നമ്മൾ വായിക്കുന്നത്. കർത്താവ് അതികാലത്ത് എഴുന്നേറ്റു, അവൻ ഒരു വിജനമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം കുറച്ച് സമയം ഒരു ശാന്തതയിലിരിക്കണം, സോളിറ്റ്യൂഡ്. അവിടെ പ്രാർത്ഥിച്ചു. അവിടെ പോയിരുന്നു ഏകനായിരുന്നു പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ വേണമെങ്കിലും നോമ്പ് കാലത്ത് ഇത് വളരെ ശക്തമായി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു സൈലൻസ് ആവശ്യമാണ്. അതാണ് പറഞ്ഞത്. നമ്മളെ ഈ വലിയ ശബ്ദം വെക്കുന്നത് പ്രാർത്ഥനയാണെന്ന് മൂഢമായിട്ട് ചിന്തിക്കരുത്. നമ്മൾ വലിയ ഉച്ചത്തിലും വലിയ ഉച്ചസ്ഥായിലും ഒക്കെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്ന് എങ്ങനെയോ നമ്മൾ മൂഢമായിട്ടൊക്കെ ചിന്തിച്ച് സഭയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല. ശാന്തമായിരുന്ന്, അതാ എല്ലാം അറിയും ദൈവത്തിന് മുമ്പാകെ ശാന്തമായിരുന്ന്. അതാണ് ഈ ഒരു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ മോഡലാണ്. രണ്ടാമത്തെ കാര്യം
ദൈവീകരണ പ്രക്രിയയിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാകണം. ദൈവീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഡെയിഫിക്കേഷൻ ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ തെയോസിസ്. തെയോ എന്ന് പറയാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ഗോഡ് എന്നർത്ഥം. ദൈവീകരണ പ്രക്രിയ അത് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവോളം വളരുക. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അതിന് നമുക്ക് ഏറ്റവും യോഗ്യമായൊരു വാക്യമാണ് 2 പത്രോസിൻ്റെ ഹാലോ ഒന്ന് എടുത്ത് പെട്ടെന്ന് വായിച്ചാൽ, മ്യൂട്ടായിരിക്കുന്നവരെ മ്യൂട്ട് ഓൺ ചെയ്ത് പെട്ടെന്ന് വായിക്കണം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിവൈൻ നേച്ചർ എന്നാണ്. എസ്കേപ്പ് ദ കറപ്ഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ഈ മാലിന്യത്തിൽ നിന്ന് മാറി. ആ മാലിന്യം എങ്ങനെയായിരുന്നു വരുന്നത്? കോസ്ഡ് ബൈ ദ ഈവിൾ ഡിസൈഴ്സ്. ഏതോഹാം വായിക്കാം. ദൈവം ആദരിക്കാതെ അന്ധതടസ്സം ചങ്ങലയിട്ടു നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിക്കച്ചവരുടെ ലോകത്തിൽ ഏതാ വായിക്കുന്നത്? ഈ ദിവസങ്ങായ നോഹയെ ഏതാ വായിക്കുന്നത്? പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച അതല്ല, ആ വേദഭാവം അല്ല, ആ വേദഭാവം അല്ല. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 4. അവയാൽ നമുക്ക് 1-ാം അധ്യായം 4-ാം വാക്യം. അവയാൽ നമുക്ക് വിലയേറിയതും മഹത്വമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിത്തീരുകയും. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണൻ ആയിരിക്കുന്നു. ഹി വാസ് പെർഫെക്റ്റ് ഇൻ ഗുഡ് വെർച്യൂസ്. കർത്താവിൽ ദൈവത്തിൽ ഈ ഗുഡ് വെർച്യൂസ് അല്ലാത്ത ഒന്നുമില്ല. ഹീസ് ലവ്, ദാറ്റ് മീൻസ് ലവ്. ഹീസ് കൈൻഡ്, ഹീസ് മേഴ്സി, ഹീസ് കൈൻഡ് ഓൺലി. ഹീസ് റൈച്ചസ് ഓൾവേസ്. അതാണ് പറഞ്ഞത്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവത്തിന് ഒരു ന്യായവിധിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ന്യായം ഒന്നേ ഉള്ളൂ, ആർക്കോടും പാർഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷെ ആ ന്യായം ഇതാണ്: ഒന്ന് കിട്ടിയവൻ അത് മൂടി വെക്കുമ്പം അവനൊന്നും ചെയ്യാത്ത മടിയനായതുകൊണ്ട് എടുത്ത് 5 കൊടുത്തവൻ 5 ഉണ്ടാക്കിയവന് കൊടുക്കും. ദൈവത്തിൻ്റെ ന്യായം അതാണ്. അപ്പം ദൈവം സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ ആ സൽഗുണ സമ്പൂർണതയിൽ വളരുക. അപ്പം സ്നേഹമില്ലെങ്കിൽ, നമുക്ക് ക്ഷമിക്കാൻ കഴിവില്ലെങ്കിൽ, നമുക്ക് കരുണയില്ലെങ്കിൽ, നമുക്ക് ദയയില്ലെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാം കണ്ടിട്ട് നമുക്ക് ദൈവവുമായി യാതൊരു ബന്ധവും അതിലൂടെ സ്ഥാപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, കല്ല് പോലുള്ള ഹൃദയം എന്നൊക്കെ പറയുന്നതിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധ കന്യമറിയാമിൽ കർത്താവ് ഇറങ്ങി വസിച്ചത്, ദൈവം ഇറങ്ങി വസിച്ചതിൻ്റെ കാരണം ആ അമ്മയിൽ ഈ സൽഗുണങ്ങളുടെ വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു. സൽഗുണങ്ങളുടെ വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവീകരണ പ്രക്രിയയിലാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. ഞങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇതായിരുന്നല്ലോ ആദ്യത്തെ ചോദ്യം. അതാണ്, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണ്ടേ? അവിടെയാണ് ആദ്യ മാതാവിനെ ചതിച്ചത്. അതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പിശാച് വഞ്ചകനാണ്, ചതിയനാണ് എന്ന് ഓർപ്പിക്കും. ഹി വാസ് എ ചീറ്റർ. അതാണ്. എപ്പോഴും നമ്മൾ ആത്മീയമായി വളരാനായി ശ്രമിക്കുമ്പോൾ നമ്മെ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്മാറ്റുന്ന ഒരു പൈശാചിക ശക്തി നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, 2 പിതാക്കന്മാർ ദൈവം തൻ്റെ ഉണ്മയിൽ ഛായയിലൊക്കെ സൃഷ്ടിച്ചു. സർവ്വസമൃദ്ധിയിൽ ഒന്നും ചെയ്യേണ്ട ദൈവത്തോടു കൂടെ വസിക്കാൻ സൃഷ്ടിച്ചു. പക്ഷെ അവിടെ ഈ വേണ്ടാത്ത ചിന്തകൾ കയറി വന്നു. ചിന്തകളുടെ ആധിക്യത്താൽ അവർ വീണുപോയി. ആ ചിന്തകൾ നല്ല രീതിയിലല്ല ചിന്തിച്ചത്, അത് നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചു. അതുകൊണ്ട് നമ്മളെ ഒന്നും ചിലപ്പം നല്ല ഒരു ചിന്തകൾ നൽകി പ്രൊമോട്ട് ചെയ്യുന്നവർ പോലും കാണത്തില്ല. പക്ഷേ അതെ. 3-ാമത്തെ കാര്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സാക്രമെൻറ്റ്സ്. കൗതാശിക ജീവിതത്തിലുള്ള നമ്മളുടെ പാർട്ടിസിപ്പേഷൻ. 2 വേദഭാഗങ്ങൾ ഞാൻ പറയാം, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തുകൊള്ളുക.
യോഹന്നാൻ സുവിശേഷം 6:56 അത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. 2 റോമാലേഖനം 6:3-4 വാക്യങ്ങൾ. വിശുദ്ധ കുർബാനയും നമുക്ക് ഈ ഒരു സാക്രമെൻ്റൽ ലൈഫിലേക്ക് നമ്മളെ വിളിച്ചു ചേർക്കുന്ന ആദ്യത്തെ സാക്രമെൻ്റാണ് വിശുദ്ധ മാമോദീസ. കർത്താവിൻ്റെ ശരീരം സാക്രമെൻ്റാണ്. കർത്താവിൻ്റെ സഭ സാക്രമെൻ്റിലാണ്. കർത്താവിൻ്റെ സഭ കരിസ്മാറ്റിക്കാണ്. ആ കർത്താവിൻ്റെ ശരീരത്തോട് നമ്മൾ ഒട്ടി നിൽക്കുകയാണ്. ഒരു തായ്വേരും ഒരു പ്രധാന തണ്ടും നമ്മൾ ശിഖരങ്ങളുമായി യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയാം. മുന്തിരിവള്ളികളുമായി. അതുകൊണ്ട് ഒരു കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാത്ത ഒന്നും കർത്താവിന് യോഗ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും അതിൽ സംബന്ധിപ്പിക്കണം. അതിന് സംബന്ധം എന്നാണ് വിശുദ്ധ കുർബാനയുടെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ. ഇറ്റ്സ് നോട്ട് അനംനേസിസ്, ഓർമ്മയല്ല, സംബന്ധം. ശൗത്തപൂസോ എന്നാണ് പറയുന്നത്. സംബന്ധം കൂടുക എന്ന് നമ്മൾ കേട്ടില്ലേ പണ്ട്. സംബന്ധം കൂടുക എന്ന് പറഞ്ഞ് ദൈവമായിട്ടൊരു സംബന്ധം. അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നമുക്ക് വേണ്ടി ഒരു മേശ ഒരുങ്ങുമ്പം അത് നമ്മളെ വിളിക്കുകയാണ്. ഇതാ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുങ്ങുന്നു, കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. നിനക്ക് വേണ്ടി ഒരു മേശ ഒരുങ്ങുന്നു. അത് മർക്കോസിൻ്റെ മാളികയിൽ വിരിച്ചൊരുക്കിയ മേശ മുതൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് സഹോദരങ്ങളെ. അതിനെപ്പറ്റി ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. പലർക്കും വീട്ടിലിരുന്ന് ടി വി കൂടെ കണ്ടാലും അതല്ല. ടി വി കൂടെ കാണുന്നതല്ല വിശുദ്ധ കുർബാന. നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പേരുകൾ ഓർക്കപ്പെടുന്ന ഒരു ത്രോണോസ് നിങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ പണിതിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരുകൾ ഓർക്കപ്പെടുന്ന ഒരു ത്രോണോസ്. അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത്. വീട്ടിൽ ഇരുന്നാൽ ഇത് കിട്ടത്തില്ല. ചിലർ പറയുമോ ഇന്ന അച്ഛൻ്റെ കുർബാന അവിടെ പോയി ഇന്ന് അവിടുത്തെ കുർബാന കാണാം. അല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ പണിയപ്പെട്ട് ദൈവമുമ്പാകെ സമർപ്പിച്ച് ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു ആലയം, ഒരു ത്രോണോസ് അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിയാണ്. അതിനോടൊരു സംബന്ധം നമ്മളില്ലെങ്കിൽ നമ്മൾ ഓർക്കുക, വലിയ കൃപ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ആണ്ടിലൊരിക്കൽ കുർബാന അനുഭവിക്കുക, ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കുക എന്നൊരു സിസ്റ്റവും സഭയിലില്ല. പാപത്തെപ്പറ്റി ബോധ്യം വരുന്ന ഏത് മനുഷ്യനും ചെയ്യണം. ഹൂസോയോ എന്ന് പറയുന്നത് കുമ്പസാരത്തെ ലഘൂകരിക്കാനുള്ളതല്ല. നമ്മൾ ശനിയാഴ്ച മുതൽ സന്ധ്യ മുതൽ ഒരുങ്ങി നമ്മൾ ആ ആഴ്ചയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തി ദൈവവചനം വായിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ ഒന്ന് പരിശോധിച്ച് വന്നുപോയ വീഴ്ചകൾ വീഴ്ന്നു പറഞ്ഞ് നമ്മൾ അതികഠിനമായ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് ദൈവത്തോട് സകലത ഏറ്റുപറഞ്ഞ് അവിടെ മൗദ്യോനീസ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. നാലാമത്തെ കാര്യം ഇതാണ്, ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. അതൊരു അസറ്റിക് ഓർഡറാണ്. അതൊരു സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് 5 നോമ്പുകൾ നമ്മുടെ കഴിയുന്നുള്ള എല്ലാവരും ഫാസ്റ്റ് ചെയ്യണം. എന്നാൽ വലിയ നോമ്പാണ് ഫാസ്റ്റ് ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി ദിവസങ്ങളിലും ഫാസ്റ്റ് ചെയ്യണം. എന്നാൽ ബുധനും വെള്ളിയും ഫാസ്റ്റ് ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ബുധനും വെള്ളിയും ഫാസ്റ്റ് ചെയ്യണം. കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കുരിശു മരണത്തെ ഓർത്ത് ബുധനും വെള്ളിയും നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ 5 നോമ്പുകളുണ്ട്. നോമ്പ് കാലങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. പക്ഷേ 50 നോമ്പ് കർശനമായും എല്ലാവരും ഫാസ്റ്റ് ചെയ്യണം എന്ന് പിതാക്കന്മാർ പ്രത്യേകമായി ഓർപ്പിക്കും. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെ അവിടെ പറഞ്ഞ കാര്യമാണ്, കാപട്യം ആവരുത്, മറ്റുള്ളവരെ കാണിക്കാൻ ഇത് ചെയ്യരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളെ കപടത നമ്മുടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒന്നും നമ്മൾ കാണിക്കാൻ ശ്രമിക്കും. രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഇത് ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇതാണ് എന്തിനാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ശരീരം ഭക്ഷണം ചോദിക്കും, വയറത് ആവശ്യപ്പെടും. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരം ആവശ്യപ്പെടുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ ഒന്ന് വിഡ്രോ ചെയ്യുമ്പോഴാണ് മനസ്സിന് അല്പം ധൈര്യം കിട്ടുന്നത്. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. നമ്മൾ നോക്കുക, ഇന്നലെ ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയില്ല, ഏതോ ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ വീട് നിൽക്കുന്നിടത്ത്
ഇന്ന് കുറച്ച് പാറകൾ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ശ്രമമെന്നൊക്കെ പറയും. ആ മനുഷ്യൻ്റെ വാക്ക് നമ്മൾ ഇന്ന് എൻ്റെ വീട് നിൽക്കുന്നിടത്ത് കുറച്ച് പാറക്കൂട്ടകൾ മാത്രമേ ഉള്ളൂ. ഏതോ ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും ജീവൻ രക്ഷപ്പെട്ടു, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, എല്ലാം സമർത്ഥമായിരിക്കുമ്പോഴും ഒന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്കുക, ആ വീട്ടിൽ AC കാണാം, ആ വീട്ടിൽ കുക്കിംഗ് സംവിധാനങ്ങളെല്ലാം നല്ല കുക്കിംഗ് റേഞ്ചൊക്കെ ഉണ്ടാവാം, എല്ലാം വിഭവസമർത്ഥമായി ഉണ്ടാകാൻ കഴിക്കാനുള്ള വലിയ ഭൂസ്വത്തുണ്ടായിരുന്നു, കൃഷി ധാരാളം ഉണ്ടായിരുന്നു, ധാരാളം പണം വീട്ടിലുണ്ടായിരുന്നു, ഒത്തിരി സ്വർണ്ണ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം പോയി. ഇനിയിപ്പം ആരുടെയെങ്കിലും കരുണ കൊണ്ടൊരു കൂര പണിത് കൊടുത്താൽ തന്നെ വലിയ ഭാഗ്യം. ബോംബെ ജീവിക്കാൻ നമ്മളെല്ലാവരും സേഫാണെന്ന് വിചാരിക്കരുത്. ഈ കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഒരു മുനമ്പ് മാത്രമാണ് ബോംബെ. ഒരു 10 അടി വെള്ളം ഉയർന്നാൽ സംഭവം എല്ലാം മാറും. ഒരു വലിയ സുനാമി വന്നാൽ ഇതിലും വലിയ ഭീകരത വരും. അതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അതികഠിനമായി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭരണ സംവിധാനത്തിലുള്ളവരുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മൾ അലസരായി പോകരുത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില ബന്ധനങ്ങൾ, നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ വരാം. ചില ബന്ധനങ്ങൾ, സ്പിരിച്വൽ ബ്ലോക്കൊക്കെ വരാം. അത് പ്രാർത്ഥനയും ഉപവാസത്തിലൂടെ മാത്രമേ നീങ്ങിപ്പോവുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ സംഭവം എല്ലാം പറയുന്നത്? അമ്മയോട് പറഞ്ഞാണ് ലോഡ് ഈസ് വിത്ത് യു. ഞാൻ പറഞ്ഞ അഗാധവും അപരിമേയമായ ഒരു ദൈവസാന്നിധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ സാധിക്കും? അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 27 നല്ല വാക്യമാണ്. ഒന്ന് വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 27. അവിടെ പൗലോസ്ലീഹ പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യമാണ്. അദ്ദേഹത്തെപ്പറ്റി വളരെ നല്ല ബോധ്യമുള്ള മനുഷ്യനാണ്. 9-ാം അധ്യായം 27 അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നത്, മറ്റുള്ളവയല്ല. നമുക്ക് വേണമെങ്കിൽ 26 മുതൽ വായിക്കാം. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മധ്യയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നത്. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വളരെ നിശ്ചയമുണ്ട്. ഞാൻ ഇന്നിടത്ത് ചെന്ന് ചേരും. അതാണ് ആ അസറ്റിക് ലൈഫിൻ്റെ, ആ സന്യാസ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉദ്ദേശം. പിന്നെന്താ പറഞ്ഞത്? ആകാശത്തെ കുത്തുന്ന പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഇങ്ങനെ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലോ? കൈകൾ ഉയർത്തി സ്തോത്രമടിക്ക്, കർത്താവിന് സ്തോത്രം ചെയ്യും, കർത്താവിന് മഹത്വം കൊടുക്കും. നമ്മുടെ ജീവിതമാണ് സഹോദരങ്ങളെ കർത്താവിന് മഹത്വം. നമ്മളെ ഒരാൾ കാണുമ്പം തന്നെ നമ്മളിൽ നിന്നൊരു വലിയ വൈബ്രേഷൻ, നമ്മളുടെ മുഖത്തെ ഒരു പ്രകാശം, നമ്മുടെ വാക്കുകളിലെ ഒരു സൗന്ദര്യം. നമ്മൾ പറഞ്ഞു അവരുടെ പ്രതിസന്ധി മുഴുവൻ കേൾക്കാനുള്ള ഒരു ക്ഷമ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രയും ഒരു സൗന്ദര്യം കിട്ടിയോ? സഹോദര ഒന്നൊക്കെ തലവണക്കിയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, വലിയ ഒച്ചത്തിൽ വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അതാണോ ഈ മനുഷ്യൻ്റെ, ഈ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഈ ആളുടെ ഒന്ന് കേൾക്കാനുള്ളൊരു ക്ഷമയും, എന്നിട്ട് ആ മനുഷ്യനോട് ഒരു സിമ്പതിയല്ല, ഒരു എമ്പതി കാണിക്കുകയും, സഹോദരൻ ഇന്നു മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതാണ് അവിടെ പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് എന്താ അത് ഈ ആത്മീയ അഹങ്കാരത്തിലേക്ക് പോകരുത്. പിന്നെന്താ പറഞ്ഞ അദ്ദേഹം? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാത്തവനായി തീരാൻ. അതാണ് നമ്മളെ ഇന്നത്തെ ഈ പ്രസംഗകരുടെ ലോകം മുഴുവൻ നടക്കുന്ന ഒരു വലിയ സംഭവം. ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരാം. കഴിഞ്ഞ 50 വീണുപോയ സുവിശേഷകരുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇംഗ്ലീഷിലുള്ള ഈ നൂറ്റാണ്ടിലെ പ്രശസ്തരായ വീണുപോയ 50 സുവിശേഷകരെ പറ്റി ഒരു വീഡിയോ ഉണ്ട്. അവിടെ പറഞ്ഞത് പിന്നെന്താ അറിയാം? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നു. പൗലോസ് എന്ന് പറഞ്ഞ വലിയ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്, വലിയ ദൈവകൃപയിൽ വളർന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തണം.
നമ്മൾ അഹങ്കാരികളാവും തോന്നുമ്പം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ലോർഡ്, ഐ സറണ്ടർ യു ടോട്ടലി. ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് യു, ഞാൻ നിൻ്റെ മുമ്പ് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. അഞ്ചാമത്തെ കാര്യം സ്പിരിച്വൽ ഗൈഡൻസാണ്. സ്പിരിച്വൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നല്ല ആത്മീയമായ ഗൈഡൻസ് നൽകുന്ന നല്ല മനുഷ്യരെ കണ്ടെത്തണം. അത് അൽമാരാവാം, അച്ഛന്മാരാവാം. നമുക്കൊരു പ്രഹ്ലാദ പ്രതിസന്ധി വന്നു. ആദ്യം വേണ്ടത് വേദോസം പഠിപ്പിക്കുക അനുസരിച്ച് ദ എറ്റേണൽ കൗൺസിലർ ഈസ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവോട് ആലോചന ചോദിക്കണം. അതേസമയം തന്നെ ആത്മീയമായി ചൈതന്യമുള്ള ഒരാളുമായിട്ടൊരു കൂട്ടുള്ളത് വളരെ വളരെ കാര്യമാണ്. പണ്ടത്തെ കാലത്ത് ഈ ആത്മീയ കുമ്പസാര പിതാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധനായ മാത്യുസ് ദീമ്പ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 3-4 പേരുണ്ടായിരുന്നു. തെക്കോട്ട് ചെന്ന് കേരളത്തിൽ തെക്കോട്ട് പോയ ഒരു അച്ഛനുണ്ട്.